ഡയമണ്ട്സ് പ്രഷ്യസ് ആണ് അല്ലേ. നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴും സ്വർണവും ഇഷ്ടമാണ്, അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടി മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറിയിലാണ്. അങ്കമാലിയിലുള്ള ചുങ്കത്ത് ജ്വല്ലറിയുടെ ബ്രാഞ്ചിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചുങ്കത്ത് ജ്വല്ലറിയുടെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഓർബിറ്റ് ഡയമണ്ട്സിൻ്റെ, ഓർബിറ്റ് ഡയമണ്ട്സ് എന്നാണ് അവരുടെ കളക്ഷൻ്റെ പേര്. ഡയമണ്ട്സിൻ്റെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും പേരാണ് ഓർബിറ്റ് ഡയമണ്ട്സ്. അപ്പം അതിനകത്ത് പെടുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് മാജിക് നെക്വെയർ എന്ന് അറിയപ്പെടുന്ന ഒരു നെക്വെയർ ആണ്. ഈ മാജിക് നെക്വെയർ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ അകത്തുള്ള ഒരു ചെറിയ ഫ്ലവറിൻ്റെ അകത്ത് ചെറിയ പെറ്റൽസ് വരുന്നുണ്ട്. എനിക്കിതായിട്ട് കണ്ടപ്പോൾ തന്നെ ഒരു ലോട്ടസിൻ്റെ ഒരു റിസംബ്ലൻസ് ആട്ടോ തോന്നിയത്. കാരണം ലോട്ടസിന് അറിയാലോ ഒരുപാട് പെറ്റൽസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ കുഞ്ഞു അകത്തൊക്കെ ഡയമണ്ട്സ് ഒക്കെ വെച്ചിട്ട് ചെറിയ പെറ്റൽസ് പോലെയൊക്കെ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു നെക്വെയർ, ഡയമണ്ട് നെക്വെയർ. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്ന ഡയമണ്ട്സ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 5 ക്യാരറ്റ് ഡയമണ്ട്സ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, VVS ക്ലാരിറ്റിയിൽ ആണ് ഈ ഉള്ള ഡയമണ്ട്സ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഡയമണ്ട്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോസ് സെറ്റിങ്ങിലാണ്. ഇതിൻ്റെ ടോട്ടൽ ഡയമണ്ട് വെയിറ്റ് ഞാൻ പറഞ്ഞു 5 ക്യാരറ്റ് ആണെന്ന്. ഇതിനകത്ത് ഗോൾഡ് ഉള്ളത് 3.5 പവനാണ്. ഇത് റോസ് ഗോൾഡിലാണ്, റോസ് ഗോൾഡ് കളറിലാണ് ഇതിൻ്റെ ഫിനിഷിങ് ചെയ്തിരിക്കുന്നത്. 18 ക്യാരറ്റിലാണ്. അറിയാലോ ഡയമണ്ട്സ് എപ്പോഴും 18 ക്യാരറ്റിലാണ് സെറ്റ് ചെയ്യുന്നത്. അത് വേറെ ഒന്നുമല്ല, അതിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നല്ലൊരു നെക്വെയർ ആണ്. ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടോ, കുഞ്ഞ് പെൻഡൻ്റാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു പ്ലെയിൻ ചെയിനിലൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ, ഇതും റോസ് ഗോൾഡ് ടച്ചുള്ള ഒരു പെൻഡൻ്റാണ്. അപ്പോൾ റോസ് ഗോൾഡ് ടച്ചുള്ള ഒരു ചെറിയ ചെയിനൊക്കെ, നേരിയ ചെയിനൊക്കെ ഇട്ടിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിനകത്ത് വരുന്ന ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ 50 സെൻസ് ആണ് ഡയമണ്ട്സ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഇതിൻ്റെ ടോട്ടൽ ഗോൾഡ് വെയിറ്റ് വരുന്നത് 3 ഗ്രാമാണ്. ഇനി ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു വള ഞാൻ കാണിച്ചു തരാം. ഈ വളയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഈ പെൻഡൻറ്റിൽ കണ്ടു 50 സെൻസ് ഉള്ള ഡയമണ്ട്സ് ആണ് ഇതിനകത്തുള്ളത്. ഇത്രയും ചെറിയ പെൻഡൻറ്റിൽ ഉള്ള അതേ എമൗണ്ട്, അതായത് 50 സെൻസ് ഡയമണ്ട്സ് തന്നെയാണ് ഈ ബാങ്കിലുള്ളത്. പക്ഷേ ഈ ബാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും, വലിയ ഡയമണ്ട്സ് ആയിട്ടാണ് കാണാൻ പറ്റുക. അതിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡയമണ്ട്സ് ചെറിയ ഡയമണ്ട്സും അതിൻ്റെ സൈഡിൽ ചെറിയ ഒരു റോഡിയം കളർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഡയമണ്ട്സ് ഇങ്ങനെ കുറച്ച് വലിയ സ്റ്റോൺ ആയിട്ട് തോന്നിക്കും. അപ്പം നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും വലിയ ഒരുപാട് ക്യാരറ്റുള്ള ഡയമണ്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പം സാധാരണക്കാർക്കും അഫോർഡബിൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ചെറിയ കുറച്ച് സ്റ്റോൺസ് ആണെങ്കിലും നല്ല ലുക്കിൽ അടിപൊളിയായിട്ട് വലിപ്പത്തിൽ തന്നെ നമുക്ക് കാണുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 10 ഗ്രാമാണ്. പറഞ്ഞതുപോലെ ഡയമണ്ട്സ് ചെയ്തിരിക്കുന്നത് 50 സെൻസ് ആണ്. നല്ല വളയാണ് കേട്ടോ. റോസ് ഗോൾഡിലാണ് ചെയ്തിരിക്കുന്നത്. കൂടുതലും ഡയമണ്ട്സൊക്കെ ഏറ്റവും കൂടുതലൊരു നമുക്ക് അത്ര യെല്ലോയിഷ് കളറൊന്നും തോന്നിക്കത്തില്ല. എപ്പോഴും റോസ് ഗോൾഡിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലായിരിക്കും ഡയമണ്ട്സ് എപ്പോഴും ഭംഗിയായിട്ടുണ്ടാവുക. വെയറായിട്ടും നോർമൽ വെയറായിട്ടും ഇനി കാഷ്വൽ വെയറായിട്ടും ഒക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ ഓർണമെൻറ്റ്സ് വാങ്ങിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്ന് എന്തായാലും ഉള്ളിലൊരാഗ്രഹമൊക്കെ ഉണ്ടാവും. അതുപോലെ ഇതുപോലത്തെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്താ പറയുക, കാണാൻ പോകണം, പൂരമൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ കാണണം. ഞാൻ എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ഇതൊക്കെ കാണാനായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ടും വരേണ്ടത് നമ്മുടെ ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി ബ്രാഞ്ചിലാണ്. ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി ബ്രാഞ്ചിൻ്റെ ഈ ചാനൽ, അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ കണ്ടൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സോ കീപ് ലവിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. ബൈ ബൈ.